നമസ്കാരം. കേരള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി യുവാക്കളുടെ ലഹരി വ്യാപനം മാറുകയാണ്. രാസലഹരിയിൽ വിഹരിക്കുന്ന യുവാക്കൾ കുടുംബ ബന്ധങ്ങൾ മറക്കുന്നതാണ് സമൂഹത്തിൽ ദുരന്തമായി മാറുന്നത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ ജീവനെടുത്തത് ഭർത്താവിന്റെ ലഹരി ഉപയോഗം തന്നെയാണ്. ലഹരിയുടെ വലയിൽ പെട്ടുപോയ ഭർത്താവിനെ രക്ഷിക്കാനോ അതുവഴി സ്വയം രക്ഷപ്പെടാനോ ഷിബിലയ്ക്ക് സാധിച്ചില്ല. ലഹരിയുടെ ആഴങ്ങളിൽ വിഹരിച്ചുപോയ യാസിർ കുടുംബത്തെ മറക്കുകയാണ് ഉണ്ടായത്. യാസിറും ഷിബിലയും പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. വിവാഹത്തിന് മുമ്പ് തന്നെ യാസിർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വിവരം അറിയാമായിരുന്നതിനാൽ വീട്ടുകാർ വിവാഹത്തെ എതിർത്തു. എന്നാൽ വിവാഹത്തോടെ യാസിറിന്റെ സ്വഭാവം മാറുമെന്ന പ്രതീക്ഷയിൽ എതിർപ്പ് വകവയ്ക്കാതെ ഷിബില വിവാഹം ചെയ്തു. 2020 വിവാഹിതരായ ശേഷം ഷിബിലയും യാസിറും അടിവാരത്ത് വാടക വീട്ടിലായിരുന്നു താമസം. വിവാഹശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന യാസിർ ഷിബിലയെ മർദ്ദിക്കുന്നത് അടക്കം പതിവായിരുന്നു. ഷിബിലയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പണം ദൂർത്തടിക്കുകയും ചെയ്തു. ഇതോടെ ഷിബിലയുടെ ജീവിതം തീർത്തും ദുഷ്കരമായി മാറി. സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ച ശേഷമാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് പോയത്. രാസലഹരിക്ക് അടിമയായ യാസറിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഷിബില കുഞ്ഞിനെയും കൂട്ടി അടിവാരത്തെ വാടക വീട്ടിൽ നിന്ന് കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയതെന്നാണ് അയൽവാസിയും വാർഡംഗവുമായ ഡെന്നി വർഗീസ് പറഞ്ഞത്. തിരികെ വീട്ടിലെത്തിയെങ്കിലും യാസിറിൽ നിന്ന് ഭീഷണികൾ തുടർന്നു. അതേസമയം യാസിറിന്റെ ഭാഗത്തു നിന്ന് ഭീഷണിയുണ്ടെന്ന് കഴിഞ്ഞ 28-ന് ഷിബില പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതിൽ പോലീസ് കാര്യമായ നടപടിയൊന്നും എടുത്തില്ലെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. യാസിർ ലഹരി ഉപയോഗിച്ച് നിരന്തരം ആക്രമിക്കാറുണ്ടെന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി. ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന ആഷിഖിന്റെ അടുത്ത സുഹൃത്തായിരുന്നു യാസിർ. ആഷിഖും യാസിറും ഒരുമിച്ചായിരുന്നു ലഹരി ഉപയോഗം. ഇവരെല്ലാം വലിയ ലഹരി മരുന്ന് സംഘത്തിന്റെ കണ്ണികളാണെന്നാണ് നാട്ടുകാർ ഷിബിലയെ അറിയിച്ചത്. 1 മാസം മുൻപായിരുന്നു അടിവാരം സ്വദേശി സുബൈദയെ മകൻ ആഷിഖ് കഴുത്തറുത്ത് കൊന്നത്. ലഹരി മരുന്നിന് അടിമയായിരുന്നു ആഷിഖ്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതുപ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്തെത്തിയ ആഷിഖ് സുബൈദയെ മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയതെന്നായിരുന്നു ആഷിഖ് കൊലപാതക ശേഷം നാട്ടുകാരോട് പറഞ്ഞത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് താമരശ്ശേരിയെ ഞെട്ടിച്ച് വീണ്ടും കൊലപാതകം നടന്നത്. ലഹരിക്കടിമയായ യാസിറിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഷിബില ഈങ്ങാപ്പുഴയിലുള്ള സ്വന്തം വീട്ടിലെത്തിയത്. അടിവാരത്തെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഷിബിലയുടെ വസ്ത്രങ്ങളും മറ്റും ലഭ്യമാക്കണമെന്ന് ഷിബില പറഞ്ഞിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ കൂട്ടിക്കത്തിച്ച് വീഡിയോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയായിരുന്നു. ഇത് കണ്ട് ഭയന്ന് ആ വീട്ടിലുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ യാസിറിൽ നിന്ന് വാങ്ങിത്തരണമെന്നാവശ്യപ്പെട്ട് ഷിബിലയുടെ വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തിനെ സമീപിച്ചു. മധ്യസ്ഥ ചർച്ചയിൽ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഏറ്റുപറഞ്ഞ് പിരിഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഷിബിലയുടെ വീട്ടിലെത്തി യാസിർ സർട്ടിഫിക്കറ്റ് കൈമാറി. വൈകുന്നേരം ഞാൻ വരും, നമുക്ക് സലാം ചൊല്ലി പിരിയാമെന്ന് പറഞ്ഞു. പിന്നീട് 7 മണിയോടെ തിരിച്ചെത്തി വെട്ടുകത്തിയുമായി. തർക്കത്തിനിടെ ഷിബിലയെ ആഞ്ഞുവെട്ടി. തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെയും വെട്ടിവീഴ്ത്തി.